കോഴിന്റെ കാലിരുന്നാലേ അത് ജിമിന്റെ വയറ്റി പോകാതെ അതെങ്കിലും നിന്റെ വയറ്റിക്ക് നിനക്ക് കിട്ടും. അല്ലെങ്കിൽ നിന്റെ വർത്തമാനം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ജിമ്മിന്റെ കള്ള മാറി തുടങ്ങി. ഞാൻ എന്റെ കോഴിക്കാരൻ കേട്ടെ നീ ഒത്തി കൊടുക്കൂലേ വഞ്ചക. അല്ലാതെ അവന്റെ വായ അടക്കേക്ക് ഞാൻ വേറെ വഴിയൊന്നും കണ്ടില്ല. സോറി ജിമ്മി. അല്ലടെ കൂക്കി പറഞ്ഞു തരില്ലേ, നമുക്ക് എന്തെങ്കിലും ടൂറൊക്കെ പോണ്ടേ? ആ ടൂറൊക്കെ പോണം. ആദ്യത്തെ ബില്ല് എത്ര വരുന്ന നോക്കട്ടെ, എന്നിട്ട് ഹോപ്പറിനെ അത് ഒറ്റയ്ക്ക് കൊടുത്തെടുക്കാൻ പറ്റുമെന്ന് അറിയണ്ടേ? സാറേ ബില്ല് ആ പറഞ്ഞു വായെടുത്തില്ല. അപ്പത്തേക്ക് വന്നല്ലോ വനമാല. ബില്ല് ഒന്ന് താത്താ, ഞാൻ വാങ്ങിക്കാൻ എന്നിട്ട് ഹോപ്പറിനെ എടുക്കാം. വേണ്ട ഞാൻ വാങ്ങിക്കാം. ഞാൻ വാങ്ങിക്കാം. അപ്പൊ ഹോപ്പറിന് ബില്ലൊന്നും ഞാൻ പറഞ്ഞുതരട്ടോ. വെറും 2000 രൂപ ആയിട്ടുള്ളൂ ഹോപ്പേട്ടാ. 2000 രൂപ ആയിട്ടുള്ളൂ പറയുന്ന കേട്ടതൊന്നും. 2000 രൂപ അവനെ പോക്കറ്റിൽ വെച്ച് തന്നിട്ടുണ്ട്. ഹോപ്പേട്ട 2000 ചീല കേസല്ലേ? ആ അങ്ങനെ നിന്റെ ഉണ്ടെങ്കിൽ നീ കൊടുത്തടാ. എന്നാലും നീ ഒരു കാര്യം ചെയ്യും, നീ അവിടെ പോയിട്ട് സ്റ്റാഫിന് സോപ്പിട്ടെ കുറച്ച് പൈസ കുറച്ച് തരാൻ പറ. അതേ ഞാൻ പറയണേ, നമ്മളിങ്ങോട്ട് കേറി വന്നപ്പോ തൊട്ട് അവിടെ കൗണ്ടറിൽ ഇട്ടില്ല പെണ്ണ് നിന്നെ തന്നെയാണ് വായി നോക്കണത്. അപ്പൊ നീ പറഞ്ഞ ചിലപ്പോ അവിടെ കേൾക്കും. കൗണ്ടറിൽ പെണ്ണിനോട് സംസാരിച്ചിട്ട് ഡിസ്കൗണ്ട് വാങ്ങിക്കണമെങ്കിൽ ഞാൻ ഇപ്പൊ വരാം ഡിസ്കൗണ്ട് വാങ്ങിച്ചിട്ട്. എന്ത് ചേട്ടാ എന്നെ ഇങ്ങനെ നോക്കണേ? ഇത് ലവലേട്ടൻ തെറ്റിദ്ധരിക്കണ്ട, ഇത് ഞങ്ങളുടെ ബില്ലാണ്. കുട്ടികളെ ബില്ലടിച്ചത് എന്ത് ഭംഗി ഈ ബില്ലടിച്ചത് കാണാൻ. താങ്ക് യു ചേട്ടാ. പക്ഷെ കുട്ടി ബില്ല് നല്ല ഭംഗി ഉണ്ടെങ്കിലും ബില്ലിലെഴുതിയ പൈസേന്റെ എണ്ണ അത്ര ഭംഗിയില്ല. അപ്പൊ കുട്ടിക്ക് ആ ബില്ലിലെഴുതിയ പൈസേന്റെ എണ്ണം കൂടി കുറച്ച് ഭംഗിയാക്കി തരാൻ പറ്റുമോ? അത് ചേട്ടാ കുട്ടി നീ വേറൊന്നും പറയണ്ട. എനിക്ക് കുട്ടി കണ്ടപ്പോ തന്നെ മനസ്സിലായി കുട്ടി നല്ല സൽഗുണ സമ്പന്ന സംഭവമാണെന്നുള്ള സംഭവം എനിക്ക് ആദ്യം തന്നെ മനസ്സിലായി. അതുകൊണ്ട് കുട്ടി എന്തായാലും ഞങ്ങൾ ബില്ലുള്ള പൈസയും കുറച്ചിരുന്നു എനിക്ക് ആദ്യം തോന്നി. ചേട്ടാ കുട്ടി നല്ല സ്വഭാവങ്ങളൊക്കെ കുട്ടീന്റെ അമ്മേന്റെ അടുത്ത് നോവല് പഠിച്ച് എനിക്ക് അപ്പഴേ തോന്നിയിരുന്നു കുട്ടി നല്ല അടിപൊളിയാണെന്നുള്ളത്. കുട്ടിക്ക് വേറൊന്നും പറയണ്ട. കുട്ടി എത്ര പൈസ ഞങ്ങൾക്ക് കുറച്ചിരുന്നെന്ന് പറഞ്ഞാൽ മതി. ചേട്ടാ അത് പൈസ കുറച്ച് വരുമ്പോ കുട്ടിക്ക് എന്റെ ഇൻസ്റ്റ ഐഡി മാത്രം പോരല്ല, എന്റെ ഫോൺ നമ്പർ വേണ്ടേ? അത് വേണം. അപ്പൊ എന്തായാലും കുട്ടി പൈസ ഇറക്കിട്ടോ. ഞാൻ കുറച്ച് എന്റെ ഫോൺ ആയിട്ട് വരാം. ചേട്ടാ മിഷൻ സക്സസ്. അതെനിക്ക് അപ്പോഴേ അറിയാടാ, നീ പോയാ മിഷൻ സക്സസ് ആവുന്നു.